അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർശനമായ ഒരു നിർദ്ദേശമുണ്ട്. അതൊരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപവാക്കായിട്ടാണ് നിർദ്ദേശിക്കപ്പെടുകയുണ്ടായത്. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂരി വൽ മുത്തഖിദീന അലൈഹ അൽ മസാജിദ വസുറുജ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപമുണ്ടായിരിക്കുന്നു നിരന്തരമായി ഖബർ സന്ദർശനം നടത്തുന്ന സ്ത്രീകളുടെ മേലിലും ഖബറുകളുടെ മേൽ പള്ളികൾ ഉണ്ടാക്കുന്നവരുടെ മേലിലും അവിടെ വിളക്ക് കത്തിക്കുന്നവരുടെ മേലിലും. നമുക്കറിയാം, ഖബർ സന്ദർശനം അത് ചിലപ്പോൾ ഒരു അനിവാര്യമാണ്, അതൊരു സുന്നത്തുമാണ്. ഖബർ സന്ദർശനം പല തരത്തിലുമുണ്ട്. അതിലൊന്ന് ഈ സുന്നത്തായ ഖബർ സന്ദർശനമാണ്. അത് പോകുന്നയാളിന് ഗുണമുണ്ടാകും, ഖബറിനുള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് ഫലമുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് അവർ ചെല്ലുന്നത്. ഈ ചെല്ലുന്നയാൾ നാളെ ഞാനും ഈ അവസ്ഥയിലേക്ക് എത്തേണ്ടവനാണല്ലോ എന്ന ബോധത്തോടു കൂടിയുള്ള ഒരു സന്ദർശനമാണ്. അപ്പോൾ ഒരു മരണചിന്ത ഉണ്ടാക്കിയെടുക്കാനും ഒക്കെയുള്ള ഒരു യാത്രയാണ് അപ്പോൾ അത് നടക്കുക. മറ്റൊന്ന്, അവിടെ ചെന്നിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ വിളക്ക് കത്തിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സാഹചര്യം, അത് ബിദ്അത്തായ ഒരു അമലാണ്. മറ്റൊരു ഖബർ സന്ദർശനം എന്നത് അവിടെ ചെന്ന് ഖബറാളിയോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഖബറാളിയോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കുമാണ്, അത് പുറത്തു കൊടുക്കപ്പെടാത്ത പാപവുമാണ്. ഖബർ സന്ദർശനത്തിൻ്റെ രീതിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ രീതിയിലെ ഒന്നാമത്തെ ഖബർ സന്ദർശനം മാത്രമാണ് സുന്നത്തായ ഖബർ സന്ദർശനമുള്ളൂ. ബാക്കിയൊന്ന് ബിദ്അത്താണ്, മറ്റൊന്ന് ശിർക്കുമാണ്. അപ്പോൾ ഖബർ സന്ദർശനം അത് സുന്നത്തായ അമല് എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ ഖബർ സന്ദർശിക്കുവാൻ പാടുള്ളൂ. അത് നമുക്ക് ഗുണപാഠമുണ്ടാകണം, ഖബറാളികൾക്ക് ഫലമുണ്ടാകുകയും ചെയ്യണം. അത്തരത്തിൽ പ്രവാചക മാതൃക ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഖബർ സന്ദർശനവും ശിർക്ക് കലർന്നു പോകാത്ത വിധത്തിലുള്ള ഒരു ആരാധനാപരമായ ഖബർ സന്ദർശനവും ആയിരിക്കണം നാം നിർവഹിക്കേണ്ടത്. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചക മാതൃകയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.